ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ പൂച്ചവാൽ പ്ലാന്റ് എന്നൊക്കെ പറയണ മുമ്പൊക്കെ നമ്മൾ വേലിപ്പടർപ്പിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ, നല്ല നീളമുള്ള ഫ്ലവർ. പക്ഷേ അതല്ല, അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇങ്ങനെ ബുഷിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ നിറയെ ഫ്ലവർ വരും. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ കെയറിങ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഈ പ്ലാന്റിന് വെയിൽ, ഉച്ച വരെയുള്ള വെയിൽ ഈ പ്ലാന്റിന് വേണം. ഓവറായിട്ട് വെയിൽ വേണ്ട. ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ടെങ്കിൽ ഇതൊന്നെടുത്ത് മാറ്റി ഇട്ട് കൊടുക്കേണ്ടി വരുവേ. ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ നല്ല മഴയുള്ള സമയത്തും കുറച്ച് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള മഴയൊന്നും കുഴപ്പമില്ല. സ്ഥിരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള മഴയുള്ള സമയത്ത് ഈ പ്ലാന്റിൻ്റെ ചെടിക്കൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ ഫ്ലവറെല്ലാം പെട്ടെന്നങ്ങ് അഴുകി ഇതിൻ്റെ ഭംഗിയെല്ലാം അങ്ങ് പോയി ഇങ്ങനെ കറുത്ത് ഭംഗിയില്ലാതെ ആവും. അപ്പോൾ അപ്പോഴൊന്ന് എത്തിയൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി കൊടുക്കണം. ഈ ഫ്ലവർ ഇങ്ങനെ കുറേ ദിവസം നിൽക്കും. ഇതാണ് കുഞ്ഞിതാ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വന്ന് അതിങ്ങനെ വളർന്നു. അപ്പോൾ കുറേ നാൾ എപ്പോഴും ഇതിനകത്ത് ഫ്ലവറായിരിക്കും, നല്ല ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കും. ഈ ഫ്ലവറിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്ര വലിപ്പത്തിൽ ഈ ഫ്ലവർ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം അങ്ങ് നിന്നിട്ട് ഒരു ബ്രഷ് കണക്ക് സ്പോഞ്ച് അത് കഴിഞ്ഞിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യണത്. പിന്നെ ഈ പ്ലാന്റിന് നമുക്ക് പോട്ടി മിക്സായിട്ട് സാധാ മണ്ണ് കൊടുത്താൽ മതി, വേറെ ഒരു ഇതുമില്ല. നമ്മൾ ഹാങ്ങിങ് ആയിട്ടിടുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറോ കമ്പോസ്റ്റ് കരിയിലപ്പൊടിയോ ഒക്കെ ചട്ടിയിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല വെയിറ്റ് കുറഞ്ഞിരിക്കും. പിന്നെ ചെളി പോലത്തെ മണ്ണ് കട്ട കെട്ടാതെ വെള്ളം വാർന്നു പോകണം. ഏത് പോട്ടി മിക്സായാലും ഈ പ്ലാന്റ് നന്നായിട്ട് വളരുവേ. ഈ പ്ലാന്റിന് വളമായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ചാണകപ്പൊടി, പൊടി, കമ്പോസ്റ്റ്, NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ടുള്ള വളമൊന്നും ഇതിനങ്ങനെ ആവശ്യമില്ല. നിറയെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ഇത്. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് വീണ്ടും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന കട്ടിങ് ഇതിൽ ചില ഭാഗങ്ങളിൽ റൂട്ടായിട്ട് വരും. ഈ പ്ലാന്റ് തറയിൽ മുട്ടിക്കിടന്നാൽ അവിടെ എല്ലാം പടർന്ന് പിടിച്ച് അങ്ങ് വളരും. അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ റൂട്ട് ഇങ്ങനെ വരും. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പുതിയ പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇതിന് വെള്ളം നമ്മൾ ഒരു നേരം വെള്ളം കൊടുക്കണം. പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവില്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോയാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ പ്രയാസമാണ് ഈ പ്ലാന്റ്. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരു കട്ടിങ് കൊണ്ടുവച്ചാലും ഈ പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടുക. ചിലരൊക്കെ ഇത് തിരക്കി നടക്കുന്ന പ്ലാന്റാണ്. ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ ചെടിയായത് എല്ലാവരും വാങ്ങിച്ചൊക്കെ വെച്ച് എപ്പോഴും മുറ്റത്ത് പൂ വേണമെന്നും ഹാങ് ചെയ്തിടുമ്പോൾ ഫ്ലവർ എല്ലാം നമ്മൾ സാധാരണ ഹാങ്ങിങ്ങിൽ ഫ്ലവർ കുറവല്ലേ, ഫ്ലവർ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വളർത്താം. ഇടയ്ക്ക് നിർബന്ധമില്ല, വേറെ കീടബാധ അങ്ങനെയൊന്നും ഒരു ശല്യവും ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സാഫിൻ്റെ മുട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണേ. ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് പൊട്ടി പുതിയ ശിഖരം വന്നിട്ട് അതിലൊക്കെ ഫ്ലവറായി മാറും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കേ.